എല്ലാവർക്കും വെൽക്കം. RP എന്തായി? എല്ലാ അനൗൺസ്മെന്റ്സ് എല്ലാം ഇനി പറയാം. അപ്പൊ നമുക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളിലേക്ക് കടക്കാം ഗൈസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. രോഹിത് ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ബേബി ക്രിയേഷൻസ് താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. 9.2K വാച്ചിങ് ദ സ്ട്രീം. എന്നിട്ടും 6400 പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ ഗൈസ്. ലൈക്ക് അടിക്കുക, എല്ലാവരും ലൈക്ക് അടിക്കും. അപ്പൊ RP അപ്ഡേറ്റ് ആൻഡ് നമ്മൾ പുതിയ സെർവറിൽ ജോയിൻ ചെയ്തു. ആൻഡ് പുതിയ സെർവർ എന്ന് പറയണത് നമ്മൾ കുറച്ച്, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് സെർവറിലാണ് ഇനി തൊട്ട് കളിക്കാൻ പോകുന്നത്. ആൻഡ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള RP സെനാറിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസുകളും ഒരുപാട് പുതുമയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സെർവറിലാണ് നമ്മൾ കളിക്കുന്നത്. ആൻഡ് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ദൈവമായിട്ടുള്ള വ്രോക്സ് തിരിച്ചു വരികയാണ്. അങ്ങനെ വ്രോക്സിൻ്റെയും അതുപോലെ തന്നെ ടോണിയുടെയും പുതിയ സെർവറായിട്ടുള്ള, എന്താണ് സെർവറിന്റെ പേര്? ഡിമൻസിറ്റി ആണോ ഡയമണ്ട് സിറ്റി ആണോ? ഡയമണ്ട് സിറ്റി എന്നാന്ന് തോന്നുന്നു. ഡയമണ്ട് സിറ്റി ആണ് ഇനി തൊട്ട് നമ്മൾ കളിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി എ, എന്താ പറയാ, നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിടില സെർവറാണ്. അതായത് ഇതുവരെ നിങ്ങൾ ആരും, അതായത് നമുക്ക് ഇതുവരെ ചെയ്തു വന്ന ഒരു പാറ്റേൺ അല്ലാതെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെർവറാണ്. സോ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് എന്ന് വെച്ചാൽ, കുറേ നാളായിട്ട് നമ്മൾ പറയുന്നു നമ്മൾ ഒരിടത്തായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. സോ അതുകൊണ്ട് ഈ വട്ടം അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ഒരിടത്തായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. വി വിൽ ബി പ്ലേയിങ് TVA x KVA will be there and our second server is Xlandis for sure. ആൻഡ് അതും നമ്മൾ ഈ രണ്ട് സെർവറിൽ ഒരേപോലെ കളിക്കുന്നതായിരിക്കും. അതാവുമ്പോൾ ബാൻ കിട്ടിയാൽ ഒരു സെർവറിൽ നിന്ന് മാറി അപ്പുറത്തെ സെർവറിൽ കളിക്കാം, ഇവിടുന്ന് മാറി കളിക്കാം, എല്ലാം കളിക്കാം എന്നുള്ളൊരു രീതിയാണ്. സോ എക്സ്ലാൻഡിസും അതുപോലെ തന്നെ ഇതുമായിരിക്കും നമ്മുടെ സെർവേഴ്സ് ഇനി തൊട്ട്. അപ്പോൾ ബാൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ ബാധിക്കത്തില്ല. ഫ്രം ടുമോറോ ഉണ്ടോ? ടുമോറോ അല്ല ബ്രോ, 15-ാം തീയതി. 2 ദിവസത്തോടെ വേണം സമയം, 2 ദിവസത്തോടെ ടൈം വേണം. 2 ദിവസം കൂടി ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സെർവർ ലോഞ്ച് 2 ദിവസത്തോടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 15-ാം തീയതിയാണ് സെർവർ ലോഞ്ച് വന്നതിന് ശേഷം ആയിരിക്കും നമ്മൾ. ആൻഡ് നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് മിസ് ഔട്ടായ TVയിലും KVയും തമ്മിലുള്ള കുറച്ച് നല്ല RPകളും കുറച്ച് നല്ല അടിയും വഴക്കുകളൊക്കെ ഉണ്ടാവും. ആൻഡ് ഈ വട്ടം നമ്മൾ ഉറപ്പ് തരാം ഗൈസ്, ഇത് ഒരടിയായാൽ പോലും അവരുടെ സൈഡിൽ നിന്നും അവരുടെ അഡ്മിൻ പാനലിൽ നിന്നും നമുക്ക് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്നും നമ്മൾ ഒരു ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഇതൊരു അടിയായാൽ പോലും വാറാണെങ്കിൽ തന്നെ എക്സ്ട്രീം ടോക്സിസിറ്റിയിലോട്ട് പോകത്തില്ല എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രീം ടോക്സിസിറ്റിയിലോട്ട് പോവാതെ ഞങ്ങൾ നോക്കിക്കോളാം. സെർവറിലെ കാര്യങ്ങൾ നമ്മൾ ഇതാക്കി നല്ലൊരു സ്റ്റാർട്ട് പോലെ. ആൻഡ് ബോത്ത് ദ സെർവേഴ്സിലും നമ്മുടെ ഗ്യാങ് ഹൗസ്, ഗ്യാങ് ഡ്രസ്സ്, ഗ്യാങ് വണ്ടി എല്ലാം സെയിം ആയിരിക്കും. 2 സെർവറിലും PVP ആക്റ്റീവ് ആണ്. ടർഫ്, ബോഗ് എല്ലാം ഒരുമിച്ചായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, അപ്പം അടിയുണ്ടാവും, വഴക്കുണ്ടാവും, RP ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ആൻഡ് അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അണ്ണാ ഇൻസ്റ്റ നോക്കുമ്പോൾ ഞാൻ മെസ്സേജ് നോക്കണേ. സിസി ഗെയിമിംഗ് വെയിറ്റ് നോക്കാം ബ്രോ, നോക്കാം. അർജുൻ BR ബ്രോ താങ്ക് യു സോ മച്ച്. ഇത് കത്തും റോക്സ് എന്ന് പറഞ്ഞിട്ട് 40 rupees. ലാസ്റ്റ് വീഡിയോ നോക്ക്, കഴിവുണ്ടെന്ന് തോന്നുന്നതിൽ സപ്പോർട്ടാക്കും. മ്യൂസിക് മാൻ ബ്രോ, ഇന്ന് ഞാൻ റിയാക്ഷൻ സ്ട്രീം അല്ല. എല്ലാ ലൈവിലും എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ നല്ലതുപോലെ ഉണ്ട്. ചാനൽ ഹെൽത്ത് വളരെ ലോ ആണ് ഇപ്പോൾ എനിക്ക്. ഡിസ്കോഡ് ട്രോൾസ് നോക്കി അൺടിൽ ഒരു പ്ലാറ്റ്ഫോം വരുന്നിടം വരെ നമ്മൾ ഡിസ്കോഡ് ട്രോൾസ് ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലുമൊക്കെ ഒരു ലൈവിൽ മാത്രമേ നോക്കത്തുള്ളൂ. അണ്ണാ നാളെ ഞാൻ ജർമ്മനിക്ക് പോവുക. എല്ലാ TV മെമ്പേഴ്സിനോടും താങ്ക്സ്. കുറേ ഡൗൺ ടൈമിൽ ലൈവ് ആയിരുന്നു ആശ്വാസം. ഇപ്പം നിങ്ങളുടെ ലൈവ് വീഡിയോസ് കണ്ടില്ലേ വരും. താങ്ക് യു സോ മച്ച് അക്കു ബ്രോ, മീൻസ് എ ലോട്ട്. ജർമ്മനി ചെന്നിട്ട് റുപ്പീസൊക്കെ മാറിയിട്ട് ജർമ്മൻ കറൻസി ഒക്കെ വരട്ടെ. അണ്ണാ തിരുമേനിയാണ്, തിരുമേനി വെൽക്കം ടു സ്ട്രീം. തിരുമേനി കാശ്, താങ്ക് യു സോ മച്ച്. അപ്പം അതാണ്. ആൻഡ് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു സെർവർ ചൂസ് ചെയ്തിട്ട് PDRPയും കൂടെ വേലു RPയും കൂടി ഞാൻ ഏതെങ്കിലും ഒരു സെർവറിൽ ചെയ്യുന്നതായിരിക്കും. അത് ഏതാ സെർവർ നമുക്ക് നല്ലത്, ഏതാ സെർവർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം തൊട്ടേ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത്. ഹൈനയും കാർണേജും തന്നെ ആയിരിക്കും ഗ്യാങ് വർക്കുകൾ, മാറ്റമൊന്നുമില്ല. ഹൈനയും കാർണേജും തന്നെയാണ്. അപ്പം അങ്ങനെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാസ്ട്രോ വരുമോ? അതെനിക്ക് അറിഞ്ഞൂടാ ബ്രോ, അവരുടെ ഗ്യാങ് ഡിസിഷൻസ് ഒക്കെ അവരാണ് എടുക്കുന്നത്. കാസ്ട്രോ കറൻ്റ്ലി RPന്ന് ഇതായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഡിസിഷൻസ് ഒക്കെ അവരായിരിക്കും പറയുന്നത്. സോ
ദാമുവിന്റെ കേസ് ഓൾറെഡി പറഞ്ഞായിരുന്നു ബ്രോ. ദാമു 2 മാസത്തേക്ക് എന്തായാലും ഉണ്ടാവൂല. ദാമു 2 മാസത്തേക്ക് അവന് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പിലാണ്. സോ ദാമു എന്തായാലും വരുമോ എന്നുള്ള കാര്യം എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ. അണ്ണാ സ്റ്റീവിനെ കുറിച്ച് പറയാമെന്നോ? സ്റ്റീവിനെ കുറിച്ച് എന്ത് പറയാനാടാ? സ്റ്റീവിനെ ഇനി എന്ത് പറയാനാ? അവനുള്ള എക്സ്പോഷർ അത് എന്നും ഉണ്ടാവും. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു പ്ലെയർ ഇല്ല. അവനൊരു റീപ്ലേസ്മെന്റ് ഇല്ല. എവിടെയാണല്ലോ അവൻ ഏത് ഗ്യാങ്ങിൽ കളിച്ചാലും അവന് പകരമായിട്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റൂല. അത് അവന് പകരം അവൻ മാത്രമേ ഉള്ളൂ. അവനിപ്പോൾ ടി വിയിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ സ്റ്റീവിന് പകരം ഒരു റിക്രൂട്ട്മെന്റ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് എടുക്കാൻ ഇന്ന് കേരള RP കമ്മ്യൂണിറ്റിയിൽ ഇല്ല അങ്ങനെ ഒരാൾ. അവന് റീപ്ലേസ്മെന്റ് എടുക്കാൻ വേറൊരാളില്ല. അത് ഞാൻ പറയാം. അത് എപ്പോഴാണെങ്കിലും പറയാം. അവനെ അങ്ങനെ ഒരു റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അവന് പകരം വേറൊരാൾ അവനോട് നിൽക്കുന്ന വേറൊരാളെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല.